നമസ്തേ. നമ്മൾ ഏവരും ജപിക്കുന്ന സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം. നമ്മൾ നിരന്തരം ജപിക്കാറുണ്ട്. ജപിക്കുന്നവർ ധാരാളമുണ്ട് താനും. എന്നാൽ നമ്മൾക്കേവർക്കും ജപിക്കുവാൻ വേണ്ടി ഈ മന്ത്രം തന്നത് ആരെന്നറിയണ്ടേ? അല്ലെ, ആരാണ് ഇത് രചിച്ചത്? എന്താണ് ഇത് രചിക്കുവാനുണ്ടായ കാരണം? ഈ മഹത്തായ ലളിതാ സഹസ്രനാമം എപ്രകാരമാണ് രചിച്ചത്? ആരാണ് രചിച്ചത് എന്ന് അറിയുവാനുള്ള ഒരു എളിയ ശ്രമം. സഹസ്രനാമം ജപിക്കുന്ന പല വ്യക്തികൾ ഒരുപക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അറിയാവുന്നവർ ധാരാളമുണ്ട് താനും. എങ്കിലും അറിയാത്തവർക്കായി, നിലവിൽ അറിഞ്ഞുകൂടാത്തവർക്കായിട്ടുള്ളവർക്ക് അവരുടെ അറിവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ അറിയണം. കാരണം ആ പരമപവിത്രവും സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിമത്തായതുമായ ഈ സഹസ്രനാമം ആരാണ് രചിച്ചത്? ആ സന്ദർഭവും സാഹചര്യവും അറിയുമ്പോഴാണ് അതിൻ്റെ മഹത്തരം നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതറിയണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്കാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണ് അഗസ്ത്യ മഹർഷി തൻ്റെ സംശയം ഹയഗ്രീവനോട് ചോദിക്കുന്നതും ഹയഗ്രീവൻ അതിന് ഉത്തരം നൽകുന്നതുമായിട്ടാണ് പുരാണത്തിൽ ഇത് കാണപ്പെടുന്നത്. ദേവിയുടെ എല്ലാവിധമായ സവിശേഷതകളെയും കൃത്യമായും വ്യക്തമായും പറഞ്ഞു കൊടുത്തതിനു ശേഷം, എന്തുകൊണ്ടാണ് അങ്ങ് എനിക്ക് ഇതുവരെ അമ്മയുടെ ദിവ്യമായ സഹസ്രനാമത്തെപ്പറ്റി ഒന്നും പറഞ്ഞു തരാഞ്ഞത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സഹസ്രനാമം അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരാത്തത് എന്ന് അഗസ്ത്യർ ഹയഗ്രീവനോട് ചോദിക്കുന്നു. ഹയഗ്രീവൻ പറയുന്നു, അല്ലയോ ലോപമുദ്രാപതി, ലോപമുദ്രയുടെ പതിയായ കുംഭസംഭവ, അല്ലയോ മഹർഷിവര്യ, അത് തികച്ചും രഹസ്യമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്നോട് അമ്മയുടെ ആവിർഭാവത്തെപ്പറ്റി പറഞ്ഞു. പിന്നെയോ ഏറ്റവും ഉത്തമമായ ദേവിയുടെ അവതാര ലക്ഷ്യമായ, അല്ലെങ്കിൽ ആവിർഭാവത്തിൻ്റെ ലക്ഷ്യമായ ഭണ്ഡാസുരൻ്റെ വധത്തെപ്പറ്റി വളരെ വ്യക്തമായും പറഞ്ഞു തന്നു. പിന്നെയോ അമ്മയുടെ വാസസ്ഥലമായ ചിന്താമണി ഗൃഹത്തിൻ്റെ മനോഹരമായ വർണ്ണനകൾ, അല്ലയോ ഹയഗ്രീവ, അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഇത്രയുമൊക്കെ അറിഞ്ഞപ്പോൾ ഭക്തവത്സലയായ തമ്പുരാട്ടിയുടെ സഹസ്രനാമം കൂടി ഒന്ന് അറിയുവാൻ എൻ്റെ മനസ്സ് എന്തെന്നില്ലാതെ ആഗ്രഹിക്കുന്നു. അതറിയുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് അത് മാത്രം എന്നോട് പറയാത്തത് എന്നതെന്നെ ചിന്തിപ്പിക്കുന്നു. ഞാനതിന് യോഗ്യനല്ല എന്ന് അങ്ങ് തോന്നുന്നുണ്ടോ? അങ്ങ് കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അത് പറയാത്തത് എന്ന് വീണ്ടും അഗസ്ത്യ മഹർഷി ഹയഗ്രീവനോട് ചോദിക്കുമ്പോൾ ഹയഗ്രീവൻ പറയുന്നു, മഹർഷിവര്യ, അങ്ങ് യോഗ്യനാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ അങ്ങയോടത് പറയാതിരുന്നത് ഈ മന്ത്രം തികച്ചും രഹസ്യമാണ്. ഉത്തമമായ കാതുകളിലേക്ക് അത് പകർന്നു കൊടുക്കാവൂ. ദുരുപയോഗം ചെയ്യുന്നവർക്ക്, സ്വാർത്ഥമതികൾക്ക്, അധർമ്മത്തിലൂടെ ജീവിതം നയിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഇത് ഉപദേശിച്ചു കൊടുത്തുകൂടാ. തന്നെയുമല്ല, ഈ മന്ത്രം ആർക്കാണോ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ ഉപദേശം സ്വീകരിക്കുന്ന വ്യക്തി അതിന് യോഗ്യനാണോ എന്ന് കൃത്യത വരുത്തണം എന്ന് ഈ മന്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ അതിനുള്ള ആർജവമുണ്ടോ? നിരന്തര സാധനയുടെ ഭാഗമാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തുന്ന വ്യക്തിയാണോ? ലോക നന്മയ്ക്കായി അതിനെ നിരന്തരം പ്രയോജനപ്പെടുത്തുന്നവനാണോ? അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങേ അതിനെന്തുകൊണ്ട് യോഗ്യനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ലോക നന്മയ്ക്ക് വേണ്ടി നിരന്തരം വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അങ്ങയിൽ അത് അറിയുവാനുള്ള ആകാംക്ഷ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ കഥകളും ചിന്താമണി വർണ്ണനകളും ഭണ്ഡാസുര വധവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടും ഇത് മാത്രം അങ്ങയ്ക്ക് പറഞ്ഞു തരാതിരുന്നത്. അങ്ങ് വളരെ ആകാംക്ഷയോടുകൂടി അത് പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിവ്യമായ ആ ലളിതാംബികയുടെ ആ സഹസ്രനാമം അങ്ങയ്ക്കായി ഞാൻ ഉപദേശിച്ചു തരാം. എന്നാൽ അതിനു മുമ്പ് ആ സഹസ്രനാമം എപ്രകാരമാണ് രൂപീകൃതമായത് എന്നൊന്ന് അറിയണ്ടേ? അറിയണം. അങ്ങ് വിശദമായി തന്നെ പറഞ്ഞാട്ടെ എന്ന് അഗസ്ത്യർ. അതിനുത്തരമായി ഹയഗ്രീവൻ പറയുന്നു, ഒരു ദിനം സർവേശ്വരിയായ ഭുവനേശ്വരി തൻ്റെ സന്തതികളായ വശിന്യാദി വാഗ്ദേവതകളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. അമ്മയുടെ ആ വിളി കേട്ടപാടെ സന്തോഷചിത്തരായി ആഹ്ലാദഭരിതമായ മനസ്സോടുകൂടി വശിന്യാദി വാഗ്ദേവതകൾ ജഗദംബയുടെ അരികിലേക്ക് എത്തി. അല്ലയോ മാതേ, അവിടെ നിന്ന് എന്തിനാണ് ഞങ്ങളെ വിളിച്ചത് എന്നവർ വിനയപുരസരം അമ്മയോട് ചോദിക്കുമ്പോൾ സർവേശ്വരിയായ ജഗദംബ അതിനുത്തരമായി അവരോട് പറയുന്നു, ഭക്തജനങ്ങളിൽ ഭക്തിയെ എത്തിക്കുന്നതിനും പരമമായ ജ്ഞാനത്തിലൂടെ അവർക്ക് സർവ്വവിധമായ ഐശ്വര്യം കരഗതമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ജന്മം തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായി ഉത്തമമായ ഒരു ദൗത്യം ഞാനിതാ നൽകുന്നു. പ്രാർത്ഥനയിലൂടെ എന്നെ പ്രീതിപ്പെടുത്തുവാനും സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുവാനും
ആപത്തുകളിൽ നിന്ന് കരകയറാനും ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്കായി നിങ്ങൾ എൻ്റെ ദിവ്യമായ ഒരു മന്ത്രം ജപിക്കണം. സഹസ്രനാമം രചിക്കണം. ആ സഹസ്രനാമം ജപിക്കുന്നവൻ എന്നെ ദർശിക്കുവാനുള്ള തലത്തിലേക്ക് ഉയരപ്പെടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ രചന. നിങ്ങൾക്ക് തീർച്ചയായും അത് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അതിനുള്ള പരിശ്രമം നടത്തിക്കോളൂ എന്ന് അമ്മ നിർദ്ദേശം കൊടുക്കുന്നു. ഭക്തവത്സലയായ തമ്പുരാട്ടിയുടെ നിർദ്ദേശം തീർച്ചയായും പരിപാലിക്കപ്പെടും എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ മുമ്പിൽ വിവരമറിയിച്ച് അവർ മടങ്ങുന്നു. പിന്നീട് ഒരു ദിനം ചിന്താമണി ഗൃഹത്തിലെ ഉത്തമമായ പീഠത്തിൽ സർവാഭരണഭൂഷിതയായ പരമേശ്വരി ദേവിയുടെ ദിവ്യമായ മഹാസഭ നടക്കുന്ന മണ്ഡപത്തിലേക്ക് എത്തപ്പെടുകയും അമ്മയുടെ ഉത്തമമായ തൽപ്പത്തിൽ ആസനസ്ഥയാവുകയും ചെയ്യുന്നു. സമസ്ത ലോകത്തിൻ്റെയും സൗന്ദര്യത്തെ മുഴുവൻ തന്നിലേക്ക് സ്വാംശീകരിച്ച ആ ചൈതന്യ സ്വരൂപിണിയെ ദർശിക്കുന്നതിനും അമ്മയുടെ തിരുമുഖ കമലം കാണുന്നതിനും വേണ്ടി അവിടേക്ക് എത്തപ്പെടുന്നു ബ്രഹ്മാവും ശ്രീഹരിയും മഹാദേവനും ഇന്ദ്രനും ചന്ദ്രനും എന്നു വേണ്ട സമസ്ത ദേവ വൃന്ദങ്ങളും ഋഷിവര്യന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും ഏവരും പരമപവിത്രമായ അമ്മയുടെ ആ മഹത്തായ ശ്രീദേവി സഭയിലേക്ക്, മഹാദേവി സഭയിലേക്ക് എത്തപ്പെടുന്നു. ഏവരും തങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇരിപ്പിടത്തിലിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നു വശിന്യാദി വാഗ്ദേവതകൾ. ആ മഹാസഭയിലേക്ക് കടന്നു വന്ന വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ ഭക്തിപുരസരം പ്രണമിക്കുന്നു. അമ്മയെ അവർ ഭക്തിപുരസരം പ്രണമിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി വശിന്യാദി വാഗ്ദേവതകളുടെ അന്തർഗതം എന്താണെന്ന്. അമ്മ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നും അത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഒരു അവസരം തരണമെന്നായിരുന്നു അവർ അമ്മയോട് ഉൾമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത്. ഭക്തവത്സലയായ പരമേശ്വരിക്ക് അറിയാത്തതായി ഒരു മനസ്സുമില്ലല്ലോ. സർവ്വ മനസ്സുകളും പ്രവർത്തിക്കണമെങ്കിൽ അതിൽ ശക്തിയായി ഊർജ്ജമായി വർത്തിക്കുന്ന ചൈതന്യമാണ് തമ്പുരാട്ടി. അതുകൊണ്ട് തന്നെ വശിന്യാദി വാഗ്ദേവതകളുടെ ഹൃദയാന്തരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന രൂപപ്പെട്ടു വന്ന ആ ആഗ്രഹം ഭക്തവത്സലയായ അമ്മ മനസ്സിലാക്കുകയും തൻ്റെ കടക്കണ്ണുകൊണ്ട് അമ്മ വശിന്യാദി വാഗ്ദേവതകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. നിങ്ങൾ രചിച്ച ദിവ്യമായ ആ സഹസ്രനാമം എന്തുകൊണ്ടും ജപിക്കുവാൻ ഉത്തമമായ സമയവും സ്ഥലവും സാഹചര്യവും ഇത് തന്നെയാണ്. സമസ്ത ലോകവും സന്നിഹിതരായിരിക്കുമ്പോൾ അത് ജപിക്കുന്ന ദേവർക്കും ഗുണപ്രദമാണ് എന്ന അമ്മ അനുജ്ഞ നൽകുമ്പോൾ വശിന്യാദി വാഗ്ദേവതകൾ മധുരതരമായ രീതിയിൽ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തെ ഏവരിലേക്കും പ്രദാനം ചെയ്തുകൊണ്ട് അത്ഭുതകരമായ അമ്മയുടെ സഹസ്രനാമത്തെ ജപിക്കുന്നു. ആ സഹസ്രനാമം പരിപൂർണമായി ജപിച്ച് പൂർത്തീകരിച്ചപ്പോൾ ഭക്തവത്സലയായ അമ്മ തൻ്റെ എല്ലാവിധമായ ഐശ്വര്യത്താലും അനുഗ്രഹത്താലും വശിന്യാദി വാഗ്ദേവതകളെ അനുഗ്രഹിക്കുന്നു. സമസ്ത സദസ്യരും ത്രിമൂർത്തികളും ദേവന്മാരും ഋഷിപ്രവരന്മാരുമെല്ലാം വശിന്യാദി വാഗ്ദേവതകളുടെ ആ വാഗ് വൈഭവത്തിൻ്റെ മുമ്പിൽ പ്രണാമമറിയിക്കുന്നു. ഭക്തവത്സലയായ തമ്പുരാട്ടി വശിന്യാദി വാഗ്ദേവതകളോട് പറയുന്നു, അല്ലയോ ദേവതകളെ, നിങ്ങൾ രചിച്ച ഈ നാമം ലളിതാ സഹസ്രനാമം എന്ന പേരിൽ പ്രസിദ്ധമാകും. ഇത് ജപിക്കുന്നവൻ എല്ലാവിധമായ സങ്കടത്തിൻ്റെ കയങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ കരകയറും. അവന് നേടുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. ശുദ്ധവും നിർമ്മലവും ധാർമ്മികമായ ചിന്തയോടുകൂടിയും ഈ മന്ത്രം ഏതൊരുത്തനാണോ ജപിക്കുന്നത് അവൻ്റെ എല്ലാവിധമായ രക്ഷയും എന്നിൽ അർപ്പിതമായിരിക്കും. ശുദ്ധമായ മനസ്സോടുകൂടി അകമനസ്സുകൊണ്ട് എൻ്റെ മനോഹരമായ രൂപം കണ്ടുകൊണ്ട് ഏതൊരുത്തനാണോ ഈ സഹസ്രനാമം ഹൃദയശുദ്ധിയോട്, അല്ലെങ്കിൽ ഏതൊരു ഭക്തയാണോ ഹൃദയശുദ്ധിയോടുകൂടി ഈ മന്ത്രം ജപിക്കുന്നത്, തീർച്ചയായും അവരിലേക്ക് എത്താൻ സാധ്യതയുള്ള എല്ലാ സങ്കടങ്ങളും ശത്രുഭയങ്ങളും രോഗബാധകളും പീഡകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർന്ന് ഐശ്വര്യകരമായ തലത്തിലേക്കെത്തും. ശുദ്ധവും ഉറച്ചതും ദൃഢമായതുമായ വിശ്വാസത്തോടുകൂടി ജപിക്കുന്നവൻ സർവ്വവിധമായ ജനന മരണങ്ങളെയും മറികടന്ന് എൻ്റെ പാദതാരിണകളിൽ തന്നെ വിലയം പ്രാപിക്കും. അതുകൊണ്ട് തന്നെ സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതും അഭീഷ്ടകാര്യസിദ്ധിക്ക് എന്തുകൊണ്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മഹത്തായ നാമമായും ഇതറിയപ്പെടും. ഇത് ഭക്തന്മാർക്കുള്ള ഉപഹാരമായി മാറട്ടെ എന്ന് ദേവി അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിരന്തരം ലളിതാ സഹസ്രനാമം ജപിക്കുന്നു. ആ സഹസ്രനാമത്തെ നമുക്ക് പകർന്നു തന്ന വശിന്യാദി വാഗ്ദേവതകളെ ഇതുവരെ മനസ്സുകൊണ്ട് നന്ദി അറിയിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജപത്തിൻ്റെ പൂർണ്ണത ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം അതായിരിക്കാം. അതുകൊണ്ട് സമയം അതിക്രമിച്ചിട്ടില്ല. ഈ യാഥാർത്ഥ്യം ഇതുവരെ അറിയാതിരുന്നവരും ഇപ്പോൾ അറിയുന്നവരും ഇനി മുതലെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ആ ജപം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം വശിന്യാദി വാഗ്ദേവതകളെ മനസ്സിലൊന്ന് സ്മരിക്കണം. കാരണം അവരുടെ മനോമുകുരങ്ങളിൽ തെളിഞ്ഞ അമ്മയുടെ 1000 മനോഹരമായ ദിവ്യ രൂപങ്ങളാണ്
ആ ഓരോ മന്ത്രത്തിലും പ്രകടമാകുന്നതും ആ മന്ത്രസ്വരൂപിണിയാണ് വശിന്യാദി വാഗ്ദേവതകൾ നമ്മൾക്ക് തന്നതും. അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകളെയും സമസ്ത ഗുരുപരമ്പരകളെയും പ്രണമിച്ചുകൊണ്ട് വരുന്ന ഭാഗങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ ലളിതമായ വ്യാഖ്യാനം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ മിത്രങ്ങളുടെ സഹകരണമുണ്ടാകണമേ എന്ന് ആദരപൂർവ്വം അപേക്ഷിക്കുന്നു.